നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ്. പ്രധാന വാർത്തകൾ. കണ്ടുപിടുത്തങ്ങൾ തകൃതിയായി നടക്കുന്നു. എന്നാൽ എന്തിനാണ് ഇതൊക്കെയെന്നറിയില്ല. കുട്ടനാട്ടിലെ നെൽച്ചെടികളിൽ നടക്കുന്ന നല്ല ഗവേഷണ ഫലങ്ങൾ കർഷകരിലെത്തുന്നില്ല. ഇനിയും കാത്തുനിന്നാൽ വെള്ളം കിട്ടാതെ ഇഹലോകവാസം വെടിയേണ്ടി വരും. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നാട്ടുകാർ കച്ചമുറുക്കി രംഗത്ത്. സ്ത്രീ അമ്മയാണ്, ഭാര്യയാണ്, മകളാണ്, സഹോദരിയുമാണ്. സ്ത്രീയെ പൂജിക്കുന്നത് പുണ്യവും. ചക്കുളത്തുകാവിൽ നാരി പൂജ ഭക്തിസാന്ദ്രം. വാർത്തകൾ വിശദമായി. കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും പാടശേഖരങ്ങളിൽ നെല്ലോലകൾ കരിഞ്ഞുണങ്ങുന്നത് വ്യാപകമാകുന്നു. കീടങ്ങളുടെ ആക്രമണവും വർദ്ധിക്കുന്നുണ്ട്. കൃഷിഭവനുകളും കീട നിരീക്ഷണ കേന്ദ്രവും നെല്ല് ഗവേഷണ കേന്ദ്രവും അടിയന്തരമായി ഇടപെടണമെന്ന് കർഷകർ. വിതച്ച് ഒരു മാസം പോലുമാകാത്ത നെൽച്ചെടികളാണ് കരിഞ്ഞുണങ്ങുന്നത്. കാവാലം കൃഷിഭവന്റെ കീഴിൽ വരുന്ന മംഗലം, മാണിക്യമംഗലം കായൽ, രാജപുരം കായൽ, ചമ്പക്കുളം കൃഷിഭവന്റെ കീഴിൽ വരുന്ന കൊല്ലശ്ശേരി, ചക്കങ്കരി, ചെമ്പടി, തലാതുരുത്ത് തുടങ്ങിയ പാടശേഖരങ്ങളിലും പുളുങ്ങുന്നിന്റെ കീഴിൽ വരുന്ന മൂല 6000 എന്നിവിടങ്ങളിലുമാണ് ഓലകരിച്ചിൽ വ്യാപകമായി കാണുന്നത്. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ വിദഗ്ധരെത്തി പരിശോധന നടത്തി എലിഫ്രെഡോ വിഭാഗത്തിൽപ്പെട്ട ഈച്ചകളാണ് രോഗകാരണം എന്ന് കണ്ടെത്തിയിരുന്നു. ഈച്ചകൾ നെല്ലോലകളിലെ ഹരിതകം തിന്ന് നശിപ്പിക്കുന്നതാണ് നെൽച്ചെടി കരിഞ്ഞുണങ്ങാൻ കാരണമെന്നും കണ്ടെത്തി. എന്നാൽ ഇതിനെ ഫലപ്രദമായി ചെറുക്കുന്നതിനുള്ള സംവിധാനങ്ങളോ രോഗം വ്യാപിക്കാതിരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളോ ഉണ്ടായില്ല. വെള്ളം കയറ്റി ഇറക്കുകയും കുമ്മായം വിതറുകയും ചെയ്താൽ മതിയെന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്നാൽ ഇതൊന്നും ഫലപ്രദമല്ലെന്നാണ് കർഷകരുടെ അഭിപ്രായം. കൃഷിയുടെ ഏകോപനമില്ലായ്മയും കാർഷിക കലണ്ടർ പിന്തുടരാത്തതും നിമിത്തം കീടനാശിനി പ്രയോഗം രോഗം വ്യാപിക്കുന്നതിനെ ഉപകരിക്കൂ എന്നും അഭിപ്രായമുണ്ട്. ഇലകരിച്ചിൽ കണ്ടെത്തിയ പാടശേഖരങ്ങൾക്ക് സമീപമുള്ള പാടങ്ങളിൽ 2ാം വളപ്രയോഗം വരെ കഴിഞ്ഞിട്ടുണ്ട്. രോഗവും രോഗബാധയും ആദ്യം തന്നെ കണ്ടെത്തുന്നതിൽ തികഞ്ഞ അനാസ്ഥയാണ് നെല്ല് ഗവേഷണ കേന്ദ്രവും കീട നിരീക്ഷണ കേന്ദ്രവും കൃഷിഭവനുകളും ഒക്കെ കാട്ടിയത്. കഴിഞ്ഞ 2ാം കൃഷിയിലും പുഞ്ചയിലുമൊക്കെ തന്നെ ഇതേ രോഗം കണ്ടെത്തിയിരുന്നു. അന്നേ പ്രതിവിധികൾ സ്വീകരിക്കാതിരിക്കുകയും കർഷകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിൽ അധികൃതർ വീഴ്ച വരുത്തിയതുമാണ് വീണ്ടും രോഗം പ്രത്യക്ഷപ്പെടാൻ ഇടയാക്കിയതെന്നും കർഷകർ പറയുന്നു. 2ാം വളമിട്ട പാടശേഖരങ്ങളിൽ കീടങ്ങളുടെ ആക്രമണം വർദ്ധിക്കുന്നതും ആശങ്ക ഉണർത്തുന്നുണ്ട്. മുൻകാലങ്ങളിൽ മണ്ണ് പരിശോധനയും വള കീടനാശിനി പ്രയോഗ രീതികളും കർഷകരെ കൃഷിഭവനുകൾ ബോധ്യപ്പെടുത്തി കൊടുത്തിരുന്നു. ഇതിനായി ഓരോ കൃഷിഭവനിലുംപ്പെട്ട പാടശേഖരങ്ങൾ കേന്ദ്രീകരിച്ച ക്ലസ്റ്റർ സെന്ററുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു. കാർഷിക മേഖലയിലെ വിദഗ്ധർ കർഷകരുമായി സംവേദിക്കുകയും അവരുടെ കൃഷിരീതികൾ മനസ്സിലാക്കി അതിനനുസൃതമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു വന്നിരുന്നു. കൃഷി ഇറക്കുന്നതിന് മുമ്പ് തന്നെ നിലമൊരുക്കുമ്പോൾ സംഘടിപ്പിച്ചിരുന്ന ക്ലാസുകൾ കർഷകർക്ക് പ്രയോജനകരവുമായിരുന്നു. എന്നാൽ ഇന്ന് കൃഷിഭവന്റെ ചുമരിലൊട്ടിക്കുന്ന അറിയിപ്പുകൾ മാത്രമായി ക്ലാസുകൾ ചുരുങ്ങി. കർഷകരും ഉദ്യോഗസ്ഥരുമായുള്ള ആശയവിനിമയം തീർത്തും ഇല്ലാതെയായി. കാർഷിക മേഖലയിലെ ഉദ്യോഗസ്ഥർ പാടത്തേക്കിറങ്ങാതെ കൃഷിയുടെ സ്വഭാവവും കാലാവസ്ഥയും പരമ്പരാഗത നാട്ടറിവുകളും ഒന്നും അറിയാതെ പരിഹാരം നിർദ്ദേശിക്കുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. കർഷകരുടെ നേരറിവുകളും നാട്ടറിവുകളും കൃഷി സമ്പ്രദായങ്ങളുമൊക്കെ ആധുനിക കാർഷിക വൃത്തിയോട് ചേർത്ത് വയ്ക്കുന്നതിൽ നമ്മുടെ കാർഷിക സർവകലാശാലകളും കൃഷിഭവനുകളും അമ്പേ പരാജയപ്പെട്ടു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ കാർഷിക സർവകലാശാലകൾ പുറത്തിറക്കുമ്പോൾ അവയെ പ്രതിരോധിക്കത്തക്ക നിലവാരത്തിലേക്ക് കീടങ്ങളും രോഗങ്ങളും മാറി. ആനുകൂല്യ വിതരണത്തിനുള്ള കേവല കേന്ദ്രങ്ങൾ മാത്രമായി കൃഷിഭവനുകളും അധപ്പതിച്ചു. കണ്ടം വിറ്റ് കാളയെ വാങ്ങിയ അവസ്ഥയിലാണ് ഇപ്പോൾ കുട്ടനാടൻ കർഷകർ. ക്യാമറാമാൻ മഡോണ വർഗീസിനൊപ്പം ഹരീഷ് കൃഷ്ണൻ, KCV വാർത്തകൾ. പുളുങ്കുന്ന് പഞ്ചായത്തിലെ 12ാം വാർഡിലെ യാത്രാക്ലേശവും കുടിവെള്ള ക്ഷാമവും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ട് ബഹിഷ്കരിക്കുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഇവിടെ ഒരു ബാനർ വലിച്ചു കെട്ടിയിട്ടുണ്ട്. പുളുങ്കുന്ന് പഞ്ചായത്ത് 12ാം വാർഡ് കായൽപ്പുറം പാറശ്ശേരി കോളനിയിലേക്ക് സ്വാഗതം എന്ന ബാനറാണെന്നാണ് കരുതിയതെങ്കിൽ തെറ്റി. വഴിയില്ല, വോട്ടില്ല എന്ന പ്രദേശവാസികളുടെ കൂട്ടായ ശബ്ദമാണ് ബാനറിൽ വലിച്ചു കെട്ടിയിരിക്കുന്നത്. പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും ഓരോ കാരണങ്ങളുണ്ട് എന്നതുപോലെ പ്രതിഷേധിക്കുവാനും ഓരോ കാരണങ്ങളുണ്ട്. ഇവിടെ പ്രതിഷേധവും പ്രാർത്ഥനയും ഒന്നാവുകയാണ്. കുടിവെള്ളവും നടവഴിയും. മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാത്ത മാറി മാറി വന്ന ഭരണ പ്രതിപക്ഷങ്ങളോട് 1000 വട്ടം അവർ ഈ ആവശ്യം ഉന്നയിച്ചതാണ്. കുഞ്ഞുങ്ങൾക്ക് അംഗനവാടിയിലേക്കും സ്കൂളിലേക്കും പോകുവാനും വൃദ്ധരെയും രോഗികളെയും ആശുപത്രിയിലേക്ക് എത്തിക്കാനും സഞ്ചാരയോഗ്യമായ ഒരു വഴി. പുളുങ്കുന്ന് പഞ്ചായത്തിൽ 12ാം വാർഡിൽ 12 മാസവും വെള്ളപ്പൊക്കമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പോലും സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു പാർട്ടിക്കാരും ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്തിട്ടില്ല.
പാടത്തെ പണിയും ചുമടെടുപ്പും കഴിഞ്ഞ് ദാഹിച്ചെത്തുന്നവർക്ക് കുടിവെള്ളം. ഇത് രണ്ടുമില്ലാതായിട്ട് വർഷങ്ങളാകുന്നു. ഇല്ലാതായിട്ടെന്നല്ല, പണ്ടേ ഇല്ലായിരുന്നു. ഈ അടിസ്ഥാന ആവശ്യങ്ങൾ ഏർപ്പെടുത്തുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെങ്കിൽ തങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം വിനിയോഗിക്കില്ലെന്ന് നാട്ടുകാർ ഒറ്റക്കെട്ടായി പറയുന്നു. കുട്ടനാട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിരിക്കുകയും കഴിഞ്ഞ ജൂൺ മാസം മുതലുള്ള വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ വഴികളെല്ലാം പൂർണ്ണമായി നശിച്ച് സഞ്ചാരയോഗ്യമല്ലാതായി തീർന്നിരിക്കുകയാണ്. പാറശ്ശേരിച്ചിറ കോളനി, അംഗൻവാടി, വയലാറ്റിയറ കോളനി, 3 കോളനി ഉൾപ്പെടുന്ന 94 വീടുകൾ താമസിക്കുന്ന പ്രദേശമാണിത്. ഏറ്റവും താഴ്ച പ്രദേശം. അവിടെ ഒരു കൊട്ട മണ്ണിടാൻ മാറി മാറി വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും സമീപിച്ചിട്ടും ഇതുവരെയായിട്ട് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ 94 വീട്ടുകാരും ഒറ്റക്കെട്ടായി നിന്ന് ഞങ്ങളുടെ ഈ കാര്യം പ്രാപിക്കുന്നതിനുള്ള സമര പരിപാടികളിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇലക്ഷൻ ബഹിഷ്കരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെയും ഞങ്ങൾ ഈ 94 വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല. അതിനുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ സംരംഭത്തിന് ഇറങ്ങിയിരിക്കുന്നത്. പുളങ്ങുന്ന് 12ാം വാർഡിൽ 2 കോളനികളാണുള്ളത്. പാറശ്ശേരി കോളനിയും വയലാറ്റ് കോളനിയും. അതിന്റെ സമീപത്തായുള്ള 94 കുടുംബാംഗങ്ങളാണ് നടവഴിയും കുടിവെള്ളവും ആവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. വീട് വയ്ക്കാൻ സ്ഥലം തരാം, വീട് വെച്ചു തരാം, കുടിവെള്ളം തരാം, റോഡ് തരാം തുടങ്ങി എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു ജനപ്രതിനിധികളാകും മുമ്പേ രാഷ്ട്രീയക്കാർ ഈ കോളനിക്കാർക്ക് നൽകിയത്. അതെ, അവർ തേനും പാലും ഒഴുക്കിയ വാർഡിലെ റോഡിൽ കൂടി നടന്നാൽ നടുവും തല്ലി വീഴും. അടിതെറ്റിയാൽ കോളനി നിവാസികൾ മാത്രമല്ല, രാഷ്ട്രീയക്കാരും വീഴും. അതറിഞ്ഞാണ് കായൽപ്പുറം പാറശ്ശേരി നിവാസികൾ വോട്ട് ബഹിഷ്കരണമെന്ന തുറപ്പുചീട്ട് ഇറക്കിയിരിക്കുന്നത്. നന്ദി വീണ്ടും വരിക, പുളുങ്ങുന്നു പഞ്ചായത്ത് 2ാം വാർഡ് എന്ന ബോർഡ് വാർഡ് മെമ്പർ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. ഒരു മടങ്ങിവരവില്ല എന്ന് കണ്ടിട്ടാണോ എന്തോ. ക്യാമറാമാൻ മഡോണ വർഗീസിനൊപ്പം ഹരീഷ് കൃഷ്ണൻ, KCU വാർത്തകൾ. ചക്കുളത്തുകാവിൽ നാരീപൂജ നടന്നു. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ 12 നൊയമ്പ് മഹോത്സവത്തിന്റെ 4ാം ദിവസമായ ആദ്യ വെള്ളിയാഴ്ചയാണ് പ്രസിദ്ധമായ നാരീപൂജ നടന്നത്. സ്ത്രീകൾ എവിടെയാണോ മാനിക്കപ്പെടുന്നത്, ദേവതകൾ അവിടെ സന്തോഷത്തോടെ വസിക്കുന്നു. സ്ത്രീ എവിടെ മാനിക്കപ്പെടുന്നില്ലയോ അവിടെ നടത്തപ്പെടുന്ന എല്ലാ ക്രിയകളും നിഷ്ഫലമാകുന്നു. ഒരുക്കിയ പീഠത്തിൽ സ്ത്രീകളെ ഇരുത്തി ഭക്തി ആദരപൂർവ്വം അവരുടെ കാൽ കഴുകിയാണ് നാരീപൂജ നടത്തിയത്. ശക്തിസ്വരൂപിണിയും ഐശ്വര്യ പ്രദായിനിയുമായ ദേവിയുടെ സാന്നിധ്യത്തെ വണങ്ങുന്ന ഈ കർമ്മം സമൂഹ നന്മയും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമാക്കിയാണ് നടത്തുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന കാലഘട്ടത്തിൽ ഈ സങ്കല്പത്തിന്റെ പ്രസക്തി ഏറുകയാണ്. രാവിലെ 9-ന് മാത്യു ടി തോമസ് MLA അധ്യക്ഷനായ സാംസ്കാരിക സമ്മേളനം കേരള വിഷൻ MD AR ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും ഒരു സാധകന് തന്റെ ജീവിത ദൗത്യത്തെ കുറിച്ച് കൃത്യമായ ലക്ഷ്യബോധമുണ്ടായാൽ പ്രകൃതി സ്വയം അവിടെ ഇറങ്ങി വന്ന് ആ സാധകനിലൂടെ ലോകത്തിന് മുഴുവൻ വഴികാട്ടിയാകും എന്ന് പ്രവചനമുണ്ട്. ഭാഗ്യവശാൽ ശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരിയെ പോലെയുള്ള ഒരു മഹാത്മാവ് നമ്മുടെ ഈ നാട്ടിൽ ജന്മം കൊള്ളുവാൻ ഇടയായി എന്നുള്ളത് ദേവിയുടെ കൃപയ്ക്ക് നമ്മളൊക്കെ വളരെ വേഗം പാത്രീഭൂതരാകുവാനുള്ള കാരണങ്ങളിൽ ഒന്നാണ്. ക്ഷേത്രാങ്കണത്തിൽ നിങ്ങൾ എത്തുകയും അവിടെ തൊഴുകയും ഒക്കെ ചെയ്യുന്ന കൂടെ തന്നെ അതൊരു ഒടുക്കമല്ല, അതൊരു തുടക്കമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ഓരോ സ്ത്രീയിലും ഈശ്വരന്റെ രൂപം പൂർണ്ണമായി കാണുവാൻ നമ്മുടെ ബുദ്ധി വികസിക്കണമേ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ ബോധതലം ഉയരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ നാരീപൂജയിൽ സാക്ഷാൽ ചക്കുളത്തമ്മയെ അഥവാ പ്രകൃതി സ്വരൂപിണിയെ ഈശ്വരിയെ തന്നെ മനസ്സിൽ സങ്കല്പിച്ചു കാണാൻ നമുക്ക് കഴിയും. സുപ്രസിദ്ധ കർണാടക സംഗീതജ്ഞ മാതങ്കി സത്യമൂർത്തിയുടെ പാദം കഴുകി പൂജിച്ച് ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരിയും കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയും ചേർന്ന് നാരീപൂജയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിന് അകത്തും പുറത്തും നിന്ന് 10,000-കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന നാരീപൂജയുടെ നടത്തിപ്പിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയത്. ചക്കുളത്തുകാവിൽ നടത്തിവരുന്ന നാരീപൂജയുടെ ഖ്യാതി അതിരുകളില്ലാതെ വ്യാപിക്കുകയാണ്. സ്ത്രീയെ ആദരിച്ചാൽ വീടുകൾ സ്ത്രീകോവിലുകളാവും, അനാദരിച്ചാൽ അവിടം അശാന്തിയുടെ വിളനിലവും. സ്ത്രീയെ ദേവീതുല്യം ആദരിച്ചു പോന്ന ഭാരതീയ സംസ്കാരത്തിന്റെ മഹത് സന്ദേശം ഉയർത്തുകയാണ് നാരീപൂജയിലൂടെ. അഡ്വക്കേറ്റ് KK ഗോപാലകൃഷ്ണൻ നായർ, രമേശ് ഇളമൺ, PP കുട്ടപ്പൻ, സന്തോഷ് ഗോകുലം, ഹരിക്കുടൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ കാലഘട്ടം ജീവിതത്തിന്റെ വസന്തമാക്കി മാറ്റിയത് നാഷണൽ സർവീസ് സ്കീമാണെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ N. പത്മകുമാർ പറഞ്ഞു.
സാമൂഹിക നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുമ്പോഴാണ് വിദ്യാഭ്യാസം അർത്ഥപൂർണമാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചമ്പക്കുളം ഫാദർ പോരൂർക്കര CMI കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ NSS സപ്തദിന ക്യാമ്പ് ബോധി 2014 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൻ്റെ സമയത്തും ഇതേപോലെ NSS വോളണ്ടിയറായിട്ട് എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ വളരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. അപ്പം അച്ഛൻ എന്ന് പറഞ്ഞാൽ ഏത് സമയവും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പഠിക്കണം, രാവിലെ 5 മണിക്ക് എണീപ്പിക്കും, പഠിക്കണം. അങ്ങനെ ആ ഒരു സെറ്റപ്പിൽ പിന്നെ കിട്ടുന്ന ഏക ഇതാണ് വീട്ടിൽ നിന്ന് അങ്ങനെ കളിക്കാനൊന്നും വിടില്ല, അടുത്ത വീട്ടിലൊന്നും പോകാൻ സമ്മതിക്കില്ല. അപ്പോൾ NSSന്റെ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ചോദിച്ചാൽ വിടും. അതും ഒരു മൂടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ആകെ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ ലൈബ്രറി. അപ്പോൾ ലൈബ്രറി പോകാനായിട്ടാണെങ്കിൽ സമ്മതിക്കും. പിന്നെ NSSന്റെ അപ്പം ആ ഒരു പഴയ കാലങ്ങളിലോട്ട് പോകുമ്പം ഏറ്റവും നല്ല ജീവിതത്തിലുണ്ടായിരുന്ന ആ കോളേജ് ജീവിതത്തിലൊക്കെ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല അനുഭവങ്ങൾ, കൂട്ടുകാരും ആയിട്ട് വരുക, NSSന്റെ ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുക, ശുചീകരണ പ്രവർത്തനങ്ങൾക്കൊക്കെ പോവുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കും നല്ല നല്ല ഒരു കൂട്ടുകാരുമായിട്ടും ഇരുന്ന് നമുക്ക് എന്തുവാണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ വിധത്തിൽ സമൂഹത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ല, നമ്മൾ എത്രയോ വർഷങ്ങളായി തലമുറകളായി നടന്നു വരുന്ന നല്ല രീതിയിൽ നടന്നു വരുന്ന ഒരു സ്കീമാണ് NSS സ്കീം എന്ന് പറയുന്നത്. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ സജി ചിറമുഖത്ത് അധ്യക്ഷനായി. ചമ്പക്കുളം സെന്റ് ജോൺസ് ചർച്ച് വികാരി ദെബിയാനോസ് കൊച്ചേരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോജി മുഖ്യ പ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് ജോപ്പൻ ജോയ് വാരിക്കാട്, അന്നമ്മ ജോസഫ്, ഡോക്ടർ B സോമശേഖരൻ പിള്ള, സിസ്റ്റർ ലിൻസ് മറിയ, അവിനാഷ് S നായർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രശസ്ത കവി പുന്നപ്ര ജ്യോതികുമാറിന്റെ നാടൻപാട്ട് അവതരണവും നടന്നു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സുശീല ഗോപാലൻ അനുസ്മരണ ദിനം ആചരിച്ചു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CS സുജാത ഉദ്ഘാടനം ചെയ്തു. സമരത്തിന്റെ ആവശ്യം ഉൾക്കൊണ്ടാണ് സുശീല സഖാവ് പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. ഒട്ടേറെ സ്കൂളുകളിൽ മാറി മാറി പഠിക്കേണ്ടി വന്നിട്ടുണ്ട് സുശീല സഖാവ്. സ്കൂൾ വിദ്യാഭ്യാസ കാലത്തും കോളേജ് വിദ്യാഭ്യാസ കാലത്തുമൊക്കെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ശക്തമായി മുന്നോട്ട് വന്ന സുശീല സഖാവിന്റെ ത്യാഗപരമായ ജീവിതം പൊതുപ്രവർത്തകർക്കെല്ലാം തന്നെ മാതൃകയാണ്. ഒരു സമ്പന്നമായ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്ന സുശീല സഖാവ് പാവപ്പെട്ട തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. പ്രത്യേകിച്ച് കയർ മേഖലയായിരുന്ന മുഖമേലെ കയർ തൊഴിലാളികളുടെ ആ ഒരു പഴയ അവസ്ഥ, ജനങ്ങൾ എത്രയോ ദയനീയമായിരുന്നു പണ്ടത്തെ അവസ്ഥ. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടുപിടിക്കുവാൻ പാടുപെട്ടിരുന്ന കയർ തൊഴിലാളികൾ ശരിക്കും അടിമകളെ പോലെയായിരുന്നു അന്നത് അവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ലീല അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സീമ, അഡ്വക്കേറ്റ് പ്രതിഭാഹരി, അഡ്വക്കേറ്റ് ജലജ ചന്ദ്രൻ, G രാജമ്മ, അഡ്വക്കേറ്റ് ലുമുംദ, KG രാജേശ്വരി, KK ജയമ്മ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനാട് നോർത്ത് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായി അച്ഛൻകുഞ്ഞ് അമ്മനാപ്പള്ളിയെയും CV രാജീവ് കിടങ്ങറയെയും തെരഞ്ഞെടുത്തു. ആലപ്പുഴ DCC പ്രസിഡന്റ് AA ഷുക്കൂറാണ് ഇക്കാര്യം വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ, ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല.
250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചമ്പക്കുളം പഞ്ചായത്ത് വാർഷികം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-ന് നടക്കും. ചമ്പക്കുളം SHUP സ്കൂളിൽ നടക്കുന്ന വാർഷികം KSTA സംസ്ഥാന ട്രഷറർ AP മോഹനൻ ഉദ്ഘാടനം ചെയ്യും. ചങ്ങനാശ്ശേരി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ ഫാർമേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ജൈവ പച്ചക്കറിത്തോട്ടത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടന്നു. ചങ്ങനാശ്ശേരി ഫയർ സ്റ്റേഷൻ വളപ്പിൽ നടന്ന സമ്മേളനവും പച്ചക്കറി വിത്തിന്റെ നടിയിൽ ഉദ്ഘാടനവും റേഡിയോ മീഡിയ വില്ലേജ് ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി നിർവഹിച്ചു. കൃഷി ചെയ്യാൻ പോകുന്നു എന്നുള്ളത് നിങ്ങളത് നിസ്സാരമായി കാണരുത്. കാരണം ഒരു വലിയ വാർത്ത തന്നെ ആയിരിക്കുകയാണ്. അതൊരു വാർത്ത മാത്രമല്ല, നമ്മുടെ നാടിന് വലിയൊരു മാതൃകയായി മാറിയിരിക്കുകയാണ്. കണ്ടോ, എത്ര പെട്ടെന്നാണ് അവര് പ്രവർത്തിച്ചത്. ഫയർഫോഴ്സ് അങ്ങനെയാണല്ലോ, പെട്ടെന്നാണല്ലോ പ്രവർത്തിക്കുക. അത് സമയം കളയാതെ പെട്ടെന്ന് നിങ്ങൾ അവിടെ പ്രവർത്തിച്ചു. അതൊരു വാർത്തയായിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട് ക്യാൻസർ കൊണ്ട് ഇന്ന് ക്യാൻസർ കരളുന്ന കേരളമായി നമ്മുടെ നാട് മാറുകയാണ്. ഒരു വർഷം 1 ലക്ഷത്തിലധികം ആളുകൾ ക്യാൻസർ ചികിത്സയ്ക്കായി വിവിധ ആശുപത്രികളിൽ കേരളത്തിൽ എത്തുകയാണ്. നാം തന്നെ നമ്മുടെ മക്കളെ കൊല്ലുകയാണ്. നാം തന്നെ നമ്മുടെ അപ്പന്മാരെയും അമ്മമാരെയും സഹോദരങ്ങളെയും ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും ഒക്കെ നാം തന്നെയാണ് കൊലയ്ക്ക് കൊടുക്കുന്നത്. നാം എന്നിട്ട് ദൈവത്തെയൊക്കെ പഴിചാരും. ഈ രോഗമൊക്കെ വന്നു കഴിയുമ്പോൾ, അയ്യോ ക്യാൻസർ, ഭാര്യയ്ക്കും ഭർത്താവിനും ക്യാൻസർ, ദൈവം എന്തൊരു ക്രൂരനാണ്. ദൈവമല്ല ക്രൂരൻ, നമ്മളാണ് ക്രൂരത കാട്ടിയത്. നമ്മൾ ഈ നാട്ടിൽ നമ്മൾ വിഷലിപ്തമായ പച്ചക്കറികൾ, അതായത് ലോകാരോഗ്യ സംഘടന പറയുന്നത് ക്യാൻസർ ഉണ്ടാകുന്ന കാരണങ്ങളിൽ 21% വിഷലിപ്തമായ പച്ചക്കറിയിലൂടെയാണെന്നാണ് പറയുക. ലോകാരോഗ്യ സംഘടന പറയുന്നതാണ്. സ്റ്റേഷൻ ഓഫീസർ KR അഭിലാഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PN മേനോൻ, VC മണിക്കുട്ടൻ, റീതാമ ജോസഫ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സജിമോൻ T ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഫയർ സ്റ്റേഷനിലെ കാട് പിടിച്ചു കിടന്ന 1 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ജൈവ പച്ചക്കറിത്തോട്ടം നിർമ്മിച്ചത്. കോട്ടയം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന 25 ദിവസത്തെ സൗജന്യ പരിശീലന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ദേശീയ സമ്പാദ്യ ഭവൻ ഹാളിൽ നടന്ന പരിപാടിയിൽ എറണാകുളം മേഖലാ എംപ്ലോയ്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ P ഷേർലി ജോർജ് അധ്യക്ഷത വഹിച്ചു. കാഴ്ച ഫിലിം സൊസൈറ്റിയുടെ സംസ്ഥാനതല ഫിലിം ഫെസ്റ്റിവൽ ജനുവരി 22 മുതൽ 26 വരെ ആലപ്പുഴയിൽ നടക്കും. മത്സര വിഭാഗത്തിൽ 40ഓളം ഷോർട്ട് ഫിലിമുകൾ പ്രദർശിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ ഫെസ്റ്റിവലിന്റെ കൂടെ തന്നെ ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസും കൂടി ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറെ വർക്ക്ഷോപ്സും, ഇപ്പം സംവിധാനം, തിരക്കഥ, അഭിനയം, ഇത്തരം കാര്യങ്ങൾ, ഇതൊക്കെ ഈ വിഷയങ്ങൾ വെച്ച് അതിന്റെ ഒരു പ്രചരണത്തിന് ഇതിന് മുന്നോടിയായിട്ട് കേരളത്തിലെ പ്രമുഖരായ ചലച്ചിത്ര പ്രവർത്തകരായിരിക്കും ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതും ഇന്ന് ജനുവരിയിൽ തുടങ്ങുന്നതിന് മുന്നേ, ജനുവരി 1 മുതൽ ഓരോ ദിവസം ഇത്ര വർക്ക്ഷോപ്സും ഇവിടെ സംഘടിപ്പിക്കുന്നതാണ്. ട്രാഫിക്കിന്റെ സംവിധായകൻ രാജേഷ് ആർപിള്ള ആയിരിക്കും ഇത് ഉദ്ഘാടനം ചെയ്യുക. അത് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. 23-ാം തീയതി വൈകിട്ട് ട്രാഫിക്, ഇപ്പം മിലി എന്നുള്ള പടം സംവിധാനം ചെയ്യുന്ന രാജേഷ് ആർപിള്ള ആയിരിക്കും മേള ഉദ്ഘാടനം ചെയ്തു.
മത്സര വിഭാഗത്തിലേക്ക് 20 മിനിറ്റിൽ കഴിയാത്ത എൻട്രികൾ ജനുവരി 5-നകം ലഭ്യമാക്കണം. ലഭ്യമാക്കുന്ന ചിത്രങ്ങൾ 10 പ്രാദേശിക കേന്ദ്രങ്ങളിലായി പ്രദർശിപ്പിക്കും. ഇവയിൽ നിന്നും ജൂറി തിരഞ്ഞെടുക്കുന്ന ഹ്രസ്വ ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. മികച്ച ഹ്രസ്വ ചിത്രത്തിന് 15,000 രൂപ ക്യാഷ് പ്രൈസും പ്രശസ്തി പത്രവും നൽകും. സംവിധായകൻ, തിരക്കഥാകൃത്ത്, രണ്ടാമത്തെ സിനിമ എന്നീ വിഭാഗങ്ങളിലും അവാർഡ് നൽകും. ഹ്രസ്വ ചിത്രമേളയുടെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഫെസ്റ്റിവൽ ഡയറക്ടർ കലവൂർ രവികുമാർ, KB അജയകുമാർ, R രഞ്ജിത്ത്, N സാനു തുടങ്ങിയവർ പങ്കെടുത്തു. ഹോമിയോപ്പതി വകുപ്പ് കോട്ടയം ജില്ലയിൽ വിദ്യാർത്ഥികളുടെ ബൌദ്ധിക മാനസിക വികസനം ലക്ഷ്യമാക്കി നടപ്പാക്കുന്ന സദ്ഗമയ പദ്ധതിയിൽ സവിശേഷ വിദ്യാഭ്യാസ അധ്യാപക നിയമനത്തിനുള്ള ഇന്റർവ്യൂ ഡിസംബർ 31 നടക്കും. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇൻ മെന്റലി റിട്ടാർഡിംഗ് BEd ഉള്ളവർക്ക് പങ്കെടുക്കാം. ഒരു സിറ്റിംഗിന് 600 രൂപ പ്രകാരം പരമാവധി 15,000 രൂപ പ്രതിമാസ വേതനം ലഭിക്കും. താൽപര്യമുള്ളവർ നാഗമ്പടത്തുള്ള ജില്ലാ മെഡിക്കൽ ഓഫീസിൽ രാവിലെ 11 ഹാജരാകണം. ആലപ്പുഴ നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി. നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടിയത്. പരിശോധിച്ച 9 ഹോട്ടലുകളിൽ 5 ഇടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടിയത്. ഇവർക്കെതിരെ പിഴ ചുമത്തി. ജില്ലാ കോടതി ക്യാന്റീനിൽ നിന്നടക്കം ഭക്ഷണ സാധനങ്ങൾ പിടികൂടി. പിടിച്ചെടുത്ത ഭക്ഷണ സാധനങ്ങൾ നശിപ്പിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ B പ്രശാന്ത്, PC രഘു, V ശിവകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഹോട്ടലുകളിൽ പരിശോധന നടത്തിയത്. പട്ടികവർഗ വിഭാഗങ്ങൾക്കായി കോട്ടയം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി, താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി, കുമരകം ഗ്രാമപഞ്ചായത്ത് എന്നിവ സംയുക്തമായി ഡിസംബർ 20 നിയമ ബോധവൽക്കരണ ക്ലാസും സൗജന്യ മെഡിക്കൽ ക്യാമ്പും നേത്ര പരിശോധനയും നടത്തും. കുമരകം സെന്റ് പീറ്റേഴ്സ് LP സ്കൂളിൽ രാവിലെ 10 നടക്കുന്ന പരിപാടി വനം ഗതാഗത വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ചങ്ങനാശ്ശേരി രമണൻ നഗറിലെ കുടുംബങ്ങൾക്ക് ഒപ്പം വിദ്യാർത്ഥികൾ ക്രിസ്മസ് ആഘോഷിക്കാൻ എത്തിയത് നവ്യ അനുഭവമായി. ചങ്ങനാശ്ശേരി MLA CF തോമസ് ക്രിസ്മസ് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലേക്ക് ഇറങ്ങി വരിക, ചുറ്റുപാടുകൾ കാണുക, നമ്മുടെ ചുറ്റുപാട് നടക്കുന്നത് സംഭവിക്കുന്നത് എന്തൊക്കെ കാണുക. അങ്ങനെ സമൂഹത്തിലേക്ക് കുട്ടികളെ എത്തിക്കുവാൻ കാണിച്ച മനോഹരമായ ഈ ദൗത്യം, ഈ വലിയ ദൗത്യം കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കുന്ന ചില ആശയങ്ങളുണ്ട്. അതാണ് പ്രധാനം. നിങ്ങൾ നാളെ സെന്റ് ജോസഫ്സ് വിട്ടുപോകും, ഇവിടുത്തെ പഠിത്തം കഴിഞ്ഞ് ഹൈസ്കൂളിലെ പഠിത്തം കഴിഞ്ഞ് ഹയർ സെക്കൻഡറിയിലെ പഠിത്തം കഴിഞ്ഞ് അപ്പുറം കോളേജിൽ പോയി, അസംഷനിലോ മറ്റു കോളേജുകളിൽ പോയി, പ്രൊഫഷണൽ കോളേജിൽ പോയി, ഒക്കെ വലിയവരായി വലിയ വ്യക്തികളായി നാട്ടിൽ പല മേഖലകളിൽ സേവനമർപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് ആഘോഷം നിങ്ങളുടെ മനസ്സിൽ ഓർക്കുകയാണ്. എന്നാണ് സിസ്റ്റേഴ്സ്, നമ്മുടെ പ്രിൻസിപ്പൽ ഹെഡ്മിസ്ട്രസും അധ്യാപകരും എല്ലാം കൂടെ ആഘോഷിക്കാൻ നിങ്ങളെ കൊണ്ടുവന്നത് ജനങ്ങളുടെ ഇടയിലേക്കാണ്, സമൂഹത്തിന്റെ ഇടയിലേക്കാണ്. അന്നേരം എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ചിന്ത കാണുക, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നവർ എന്നുള്ളതല്ലോ നമ്മൾ സ്വീകരിക്കേണ്ട ആശയം. നമ്മളൊക്കെ വലിയ നിലകളിൽ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ഥാനവും പദവികളും സ്വാധീനവും ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ ചുറ്റുപാടുമുള്ള ജനങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് സമൂഹത്തിലെ ദുർബലര്, സാധാരണക്കാരെ, അധസ്ഥിതരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ജോലി ചെയ്യാനൊരു മനസ്സ്. മെട്രോപൊളിറ്റൻ പള്ളി വികാരി ഫാദർ തോമസ് തുമ്പയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ക്ലാരീസ്, ഫാദർ ജോസഫ് ഇലഞ്ഞിമറ്റം, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോൺസൺ, വാർഡ് കൌൺസിലർ കുഞ്ഞുമോൾ സാബു, സിസ്റ്റർ ഫ്ലവർലറ്റ്, ആനിമ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. ചമ്പക്കുളം ഫാദർ തോമസ് പോരൂക്കര സെൻട്രൽ സ്കൂളിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് തുടക്കമായി. പ്രയോർ ജനറൽ ഫാദർ പോൾ അച്ചാണ്ടി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ജോസ് കോനാട്ട് അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ മങ്ങാട്ട്, PTA പ്രസിഡന്റ് C പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. പെൺകുട്ടികളുടെ വ്യക്തിത്വ വികസന ക്ലാസ് സംഘടിപ്പിക്കുന്നു. തലവടി BRCയുടെ നേതൃത്വത്തിൽ ഈ മാസം 20, 22, 23 തീയതികളിലായാണ് ക്ലാസ് നടക്കുക. തലവടി ഗവൺമെന്റ് UP സ്കൂൾ, ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ, AD UP സ്കൂൾ എന്നിവിടങ്ങളിലായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനിൽ വിദഗ്ധർ ക്ലാസുകൾ നയിക്കും.
കേരള കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിന്റെ ആഭിമുഖ്യത്തിൽ ചങ്ങനാശ്ശേരി സോണൽ സർവീസ് ടീം നടത്തുന്ന കരിസ്മാറ്റിക് കൺവെൻഷൻ ഡിസംബർ 26-27 തീയതിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചങ്ങനാശ്ശേരി SB ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെള്ളിയാഴ്ച നടക്കുന്ന കൺവെൻഷൻ ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്യും. വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ നടക്കുന്ന കൺവെൻഷനിൽ പ്രശസ്ത വചന പ്രഘോഷകരായ ഫാദർ സെബാസ്റ്റ്യൻ കറുകപ്പള്ളി, ബ്രദർ സാബു ആറുതൊട്ടി, ബ്രദർ ഇടുക്കി തങ്കച്ചൻ, ബ്രദർ സെബാസ്റ്റ്യൻ കാഞ്ഞിരപ്പള്ളി എന്നിവർ വചന പ്രഘോഷണം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ചങ്ങനാശ്ശേരി കരിസ്മാറ്റിക് സോണൽ കൺവെൻഷൻ ചങ്ങനാശ്ശേരി SB ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുകയാണ്. ഏതാണ്ട് 1500 പേരോളം പങ്കെടുക്കുന്ന ഒരു കൺവെൻഷനാണ്. ഈ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നവീകരണത്തിലേക്ക് വന്നിട്ടുള്ളവരും പിന്നെ വരാൻ ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ള എല്ലാവരെയും ഉദ്ദേശിച്ച് എല്ലാവരുടെയും ഒരു ആധ്യാത്മിക നവീകരണ മുന്നേറ്റം ആണ് ഇതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുക. വാർത്താസമ്മേളനത്തിൽ ഫാദർ മാത്യു താന്നിയത്ത്, സിബിച്ചൻ ഉപ്പുകുന്നൽ, MS എബ്രഹാം, ഡൊമിനിക് ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടയം ആരോഗ്യ കേരളം പദ്ധതിയിൽ PRO കം ലൈസൺ ഓഫീസർമാർ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് www.arogyakeeralam.gov.in എന്ന വെബ്സൈറ്റിലോ 0481-230-4844 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടണം. യോഗ്യത MBA അല്ലെങ്കിൽ MHA, MPH, MSW, ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ MSCയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ 31. കൃഷിവകുപ്പിന്റെ കീഴിൽ കോഴയിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക കാർഷിക പരിശീലന കേന്ദ്രത്തിൽ സാങ്കേതിക വിദഗ്ധരെ നിയമിക്കുന്നു. കൃഷിശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും പ്രവർത്തന പരിചയവുമാണ് യോഗ്യത. ഗവേഷണ പരിചയവും PhD ബിരുദവുമുള്ള റിട്ടയേർഡ് പ്രൊഫസർമാർക്ക് മുൻഗണന. താൽപര്യമുള്ളവർ ഡിസംബർ 29 രാവിലെ 11 കോട്ടയം കളക്ടറേറ്റിലെ 3ാം നിലയിലുള്ള ആത്മ ഓഫീസിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിച്ച ബയോഡേറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളുമായി വാക്കിൻ ഇന്റർവ്യൂവിന് ഹാജരാവണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ടുപിടുത്തങ്ങൾ തകൃതിയായി നടക്കുന്നു. എന്നാൽ എന്തിനാണ് ഇതൊക്കെയെന്നറിയില്ല. കുട്ടനാട്ടിലെ നെൽച്ചെടികളിൽ നടക്കുന്ന നല്ല ഗവേഷണ ഫലങ്ങൾ കർഷകരിൽ എത്തുന്നില്ല. ഇനിയും കാത്തുനിന്നാൽ വെള്ളം കിട്ടാതെ ഇഹലോകവാസം വെടിയേണ്ടി വരും. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നാട്ടുകാർ കച്ചമുറുക്കി രംഗത്ത്. സ്ത്രീ അമ്മയാണ്, ഭാര്യയാണ്, മകളാണ്, സഹോദരിയുമാണ്. സ്ത്രീയെ പൂജിക്കുന്നത് പുണ്യവും. ചക്കുളത്തുകാവിൽ നാരി പൂജ ഭക്തിസാന്ദ്രം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.